നെൽസൺ മണ്ടേല അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിലെ ഒരാളോട് പറഞ്ഞു, ഇത് ഞാൻ ഉപയോഗിച്ചൊരു കാറാണ്, ഇത് എനിക്ക് വേണ്ട, നമുക്ക് കാറ് മാറ്റാം, ഇത് കൊണ്ടുപോയി വിറ്റ് പൈസ വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ആക്രിക്കടയിൽ പോയി. ആക്രിക്കടയിൽ അവർ തൂക്കി വിൽക്കുക ചെയ്യുക. അവർ ആ കാറിന് ചെറിയൊരു വില പറഞ്ഞു. കാരണം ഇത് നെൽസൺ മണ്ടേല ഉപയോഗിച്ചതാണെന്നോ, ഈ കാറ് ഇങ്ങനൊരു വലിയ വിമോചന സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര പോയ കാറാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ആ ചെറിയ വില വന്നിട്ട് ഈ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള മ്യൂസിയത്തിലേക്ക് പോകുക, നമ്മുടെ നാട് ഇപ്പോൾ സ്വതന്ത്രമായതല്ലേ, എന്നിട്ട് പറയാം ഇത് നെൽസൺ മണ്ടേല ഉപയോഗിച്ച കാറാണ്, അദ്ദേഹത്തിൻ്റെ വിമോചന സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ സഞ്ചരിച്ച വാഹനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മ്യൂസിയത്തിൽ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ അതുപോലെ അദ്ദേഹം ചെയ്ത സമയത്ത് വലിയ തുകയാണ് അവർ ഓഫർ ചെയ്തത്. കാരണം നെൽസൺ മണ്ടേല എന്ന ചരിത്ര പുരുഷൻ്റെ ശേഷിപ്പാണ്. അവർ വലിയ തുക ഓഫർ ചെയ്തു. അപ്പോൾ അതും അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ അറിയുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് എന്താക്കാൻ കഴിയണം, നമ്മളെ നിക്ഷേപിക്കാൻ കഴിയണം. നമ്മുടെ വാല്യൂ അറിയുന്ന ആളുകളെടുത്ത്, നമ്മുടെ വാല്യൂ അറിയുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ചിലവഴിക്കുമ്പോൾ അത് ഏറ്റവും സുന്ദരമായൊരു ലൈഫായി മാറും.